അമ്മ ഞങ്ങളെ നാണം കെടുത്താൻ തന്നെ തുനിഞ്ഞിറങ്ങിയേക്കണല്ലേ. നമുക്ക് പോയി ഒന്ന് ചത്തൂടെ? ചേട്ടാ, കട്ടൻ കാപ്പിയിൽ അധികം മധുരം ഇടണ്ടല്ല. കുറച്ച് മധുരമൊക്കെ ആയിക്കോട്ടെ പ്രിയമോളെ. കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത സൂചിപ്പിക്കലാണല്ല. എന്താണ്, റീയൂണിയൻ വല്ലതും ആവാറായിട്ടുണ്ടാ? അല്ലെങ്കിൽ വയസ്സന്മാരുടെ വല്ല ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടാ? ഒന്നുമില്ലടി, എനിക്ക് നിന്നൊന്നും സ്നേഹിക്കാനും പാടില്ലതോ. അയ്യോ പിള്ളേര് ആരും ഇല്ലാതെ ഇപ്പൊ നമ്മൾ ഒറ്റക്കായി പോയല്ലേ ചേട്ടാ. നിനക്കല്ലായിരുന്നോ പണ്ട് വലിയ ആഗ്രഹം നമുക്ക് കുട്ടികളെയൊക്കെ കൂട്ടാണ്ട് എവിടെയെങ്കിലും ഒക്കെ പോവാ, കൊറേ സംസാരിക്കാനുണ്ട് എന്നൊക്കെ. ഇനിയിപ്പൊ നമുക്ക് എത്ര ആണെങ്കിലും സംസാരിക്കല്ലോ. സംസാരിച്ചോ. അത് ചെറിയ പ്രായത്തിൽ തോന്നിയല്ലേ ചേട്ടാ. ഇപ്പൊ നിങ്ങളെ മാത്രം കണ്ടുകൊണ്ട് എനിക്ക് ഭ്രാന്തായി. അവൻ ഇനി നാട്ടിലോട്ട് വരാൻ എന്തായാലും 2 വർഷമൊക്കെ പിടിക്കുമായിരിക്കും അല്ലേ? മോളാണെങ്കി കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നെ തികച്ച ഒരാഴ്ച അവള് ഇങ്ങോട്ട് വന്ന് നിന്നിട്ടില്ല. പിള്ളേർക്ക് അവരവരുടെ ജീവിതമൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂടി. കഴിഞ്ഞ ദിവസം ഞാൻ അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വാടി, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവണം എന്ന് പറഞ്ഞപ്പോ അവളാണ് അവളുടെ അമ്മായിയമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണോന്ന്, ചേട്ടനില്ലെന്ന്. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാണല്ലേ മാറിപ്പോണത്. എന്റെ സാരിത്തുമ്പിന്ന് ഇങ്ങനെ വിട്ടുമാറാത്തൊരു കൊച്ചായിരുന്നു അത്, എന്നിട്ട് ഇത് മാറിപ്പോയി. ഇപ്പൊ മരുമോനെ സാരിത്തുമ്പില് അവള് കെട്ടിട്ടിരിക്കുകയാണെന്നാണ് പറച്ചില്. കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പഠിച്ച പുഷ്പാങ്കന്നനില്ലേ, പുള്ളി വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ ഒരു പറച്ചിൽ അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്ന്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പൊ അധികം ഒന്നും ആയിട്ടില്ലല്ലോ. എല്ലാം ശരിയായിക്കോളും. എല്ലാം ശരിയൊന്നും ആവൂല. അതുമായിട്ട് അവൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണം, എന്നെ പോലെ. കഴിഞ്ഞ ദിവസേ ഞാൻ അമ്പലത്തിൽ പോയപ്പോ നമ്മുടെ സുജിയുടെ മോളൊക്കെ ഉണ്ട്. അവൾക്ക് 2 മാസം വിശേഷം ഉണ്ടെന്ന്. നമ്മുടെ മോളുടെ ഒപ്പം തന്നെയായിരുന്നു ആ കൊച്ചിന്റെ കല്യാണം. അവക്കാണെങ്കി ഇപ്പോഴൊന്നും പിള്ളേര് വേണ്ടെന്നാ പറയണത്. അന്നാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വിചാരിച്ചാണ് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞത്. അപ്പൊ അതുമില്ല. അവൾക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ട, ഇപ്പൊ അടിച്ചു പൊളിക്കണ സമയമാണെന്നൊക്കെയാണ് അവള് പറയണേ. കുട്ടികൾ ഇപ്പൊ വേണ്ടാന്ന് വെച്ചിട്ട് കൊറേ കാലം കഴിയുമ്പോ അത് വേണമെന്ന് വെച്ചാ അപ്പൊ തന്നെ കിട്ടണ സാധനമാണോ ചേട്ടാ അത്? പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ അവൾക്ക് സമയമില്ലെന്ന്. കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടമല്ലേടി. ഒരു കുട്ടിയായി കഴിഞ്ഞാ പിന്നെ അടുത്ത കുട്ടി വേണോ വേണ്ടേന്ന് അത് അവര് തീരുമാനിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇത്രയും നാള് കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ലെന്ന് ആൾക്കാർ ചോദിക്കുമ്പോ എനിക്കാണ് അതൊരു ഇതായിട്ട് തോന്നണത്. നീ ഇനി അവളെ എന്നെങ്കിലും വരുമ്പോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്. അവളായതുകൊണ്ട് മനസ്സിലാക്കൂല. അത് തന്നെ, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു കുഞ്ഞ് അത് അത്യാവശ്യമല്ലേ ചേട്ടാ. ഇത് തന്നെയാ നമ്മുടെ മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ജീവിച്ച് സ്വന്തം ജീവിതം ജീവിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാരും ജീവിക്കണത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതെനിക്കറിയാം. ഒരു ട്രിപ്പ് പോയാ 10,000 ഫോട്ടോ എടുത്ത് അതൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല അല്ലേടി? ഇതെന്നെ പറ്റിയാണോ ചേട്ടൻ പറഞ്ഞത്? ഞാൻ എന്റെ പ്രിയമോളെ പറ്റി അങ്ങനെയൊക്കെ പറയുവോ? പോടുന്നത് എടിയേ, രാമുച്ചേട്ടന്റെ മോന്റെ കല്യാണായില്ലേ ഈ ഞായറാഴ്ചയാണ്. നമുക്ക് അവിടെ എന്തെങ്കിലും കൊടുക്കണ്ടേടി? എന്തിന്? ആ ചേട്ടന്റെ മോന് നല്ല ജോലിയൊക്കെ ഉണ്ട്, പിന്നെ നമ്മള് നക്കാപ്പിച്ച കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാ? അല്ലടി, നമ്മുടെ മോളുടെ കല്യാണത്തിന് 1000 രൂപ പുള്ളി കൊണ്ടുത്തന്നാണ്. അത് പിന്നെ പെണ്ണിന്റെ കല്യാണം ആയതുകൊണ്ട് എല്ലാരും തന്നെയല്ലേ. നമ്മുടെ മോന്റെ കല്യാണം ഒന്ന് വന്നു നോക്കട്ടെ, ഒരു മനുഷ്യരും തരൂല, നോയിക്കോ. എന്നാലോ തിരിച്ചു കൊടുക്കണ്ടേടി? നിങ്ങക്ക് എന്താണ്, വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവര് കല്യാണം നടത്താൻ പോണത്, അപ്പൊ പൈസ ഇല്ലാണ്ടാണോ? എന്നാലും ഒരെന്നാലും ഇല്ല, ചെല്ലാ ഭക്ഷണം കഴിക്കാ പോരുക, അത് മതി. എനിക്ക് അങ്ങോട്ട് വരാവോ?
വാ കേറി വാ സീതേ. അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോപ്പാ? നിങ്ങളെപ്പോഴും മധുര 17 അതാണ് പിന്നെ ഞാൻ അനുവാദം ചോദിച്ചിട്ട് വന്നത്. അങ്ങനെ ഒന്നുമില്ലടി, ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ ഓരോ വിശേഷം പറഞ്ഞോണ്ടിരുന്നാണ്. പിള്ളേരുള്ളപ്പോ ഞങ്ങക്ക് സംസാരിക്കാനൊന്നും നേരം കിട്ടാറില്ലേ, പിന്നെ ഫുൾ ടൈം ഫ്രീ അല്ലേ. അതാണ് എനിക്കും പിന്നെ ഇങ്ങോട്ടേ വരാനൊരു മടി. വന്ന കാര്യം തന്നെ നിക്കാതിരിക്ക്. എന്തിനാണ് അങ്ങനെ മടി വിചാരിക്കണത്? നീ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് പിരിയാറുള്ളതല്ലേ. ഞാൻ അങ്ങോട്ടും വരാറുണ്ട്. അപ്പൊ ഈ മടിയൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ നീ വരാതായപ്പോ ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോട് എന്തോ പിണക്കമായിട്ടുണ്ടെന്ന്. അപ്പൊ ഇന്നും കൂടി വന്നില്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. അത് ഞാൻ ചേട്ടനോടും പറയുകയും ചെയ്തല്ലേ ചേട്ടാ. അതെ ഇന്നലെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പിള്ളേരുമായി, പിന്നെ അവരുടെ പഠിത്തം, ജോലി, കല്യാണമൊക്കെ ആയി, അവരുടെ കൊച്ചുങ്ങളുമായി, അവര് ജീവിതമൊക്കെ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ പഴയ കാലത്തോട്ട് പോകുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ നമുക്ക് നല്ല കാലം വന്നേക്കണത്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരെ നോക്കലും അമ്മയമ്മനെ നോക്കലും ഒക്കെ ആവുമല്ല. ഇപ്പം പിന്നെ സുഖമല്ല. അപ്പം നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കത്തറുമ്പാവണ്ടല്ലോ വിചാരിച്ചാൽ ഞാൻ വരാത്തത്. സുഖമില്ല അവിടെ. ഇപ്പൊ അങ്ങനെ പുറത്തോട്ടൊന്നും അവനെ കാണാറില്ലല്ലോ. അത് പിന്നെ മഴയൊക്കെ അല്ലേ ചേട്ടാ, അതാണ് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ അകത്തേന്നിരിക്കണത്. അയ്യോ ചേട്ടന് പാടില്ലാതിരിക്കാണ്. തണുപ്പായി കഴിഞ്ഞാ പിന്നെ കാലിന് കോച്ചിപ്പിടുത്തോണ്ട് ചേട്ടന് പുറത്തോട്ട് ഇറങ്ങി തണുപ്പ് കാറ്റ് അടിച്ചാ അപ്പ കോച്ചി പിടിക്കും. ഞാൻ നിനക്ക് ചായ എടുക്കട്ടേടി? ഓ വേണ്ടടി, ഞാൻ ഒരെണ്ണം കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. മോൻ എന്തുണ്ട് വിശേഷം? അവന് ഇപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പൊ പുതിയ കമ്പനിയിലോട്ട് പോണ അടുത്ത മാസം മുതല്. കഴിഞ്ഞ മാസം റെസിഗ്നേഷൻ കൊടുത്ത്. അതൊരു നല്ല കാര്യമാണ്. പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. എടി 1 മാസം മുന്നേ രാജിക്കത്ത് കൊടുത്തെന്നാണ് പറഞ്ഞത്. ഓ രാജിക്കത്തായിരുന്ന? ഞാൻ വിചാരിച്ച റിസപ്ഷൻ ഇല്ല അതാണെന്ന്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഒന്ന് കിടക്കട്ടെ. എടി നീ അറിഞ്ഞ രമണി വീട് വെക്കാൻ വേണ്ടി സ്ഥലം മേടിച്ച കാര്യം? അതെനിക്കറിയാം. നീ അറിഞ്ഞ? രമണി എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. നീയല്ലേ എന്നോട് ഇത് പറഞ്ഞത്? ഞാനാ? ഫോൺ വിളിച്ചപ്പാ? അതിന് ഞാൻ നിന്നെ ഇന്നലെ ഫോൺ വിളിച്ചിരുന്നാ? പിന്നെ 10-20 മിനിറ്റ് സംസാരിച്ചില്ലേ നമ്മൾ ഇന്നലെ? അപ്പോഴല്ലേ പറഞ്ഞത് ഈ വീട് വെക്കാൻ വേണ്ടി സ്ഥലം മേടിച്ച കാര്യം. ആര് സ്ഥലം മേടിച്ച്? രമണി. രമണി സ്ഥലം മേടിച്ചാ? നിന്നോട് ആര് പറഞ്ഞു? എന്റെ പൊന്നോ, ആരും പറഞ്ഞില്ല. നിന്നോട് ആരാണത് പറഞ്ഞെന്ന് പോലും നിനക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ നീ വലിയ ആളായി പോയല്ല. പണ്ടൊക്കെ എല്ലാം പറയുമായിരുന്നു. ഇവളുടെ ഒരു കാര്യം. രാവിലെ തന്നെ നിങ്ങൾ 2 പേരും കൂടി വണ്ടിക്ക് പോകണുണ്ടായിരുന്നല്ലോ, എവിടേക്ക് പോയതാണ്? ഞാനപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സംശയിച്ചാ വന്നാ നിങ്ങൾ ഇനി പോയിട്ട് വന്നാന്ന് അറിഞ്ഞൂടില്ല. പോയത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. 2 ദിവസമായിട്ട് ഒട്ടും വയ്യായിരുന്നു. വല്ലാത്ത ക്ഷീണോ തലകറക്കോ ഒക്കെ. എനിക്ക് രാവിലെ എനിക്കും ഒട്ടും പറ്റാണ്ട് ചേട്ടനാണ് പണി മുഴുവൻ ചെയ്തിരുന്നത്. എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. അപ്പം മോനെ വിളിച്ചപ്പോൾ ഇന്നലെ അവൻ പറഞ്ഞ അമ്മ പ്രഷറും ഷുഗറൊക്കെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു എന്തായാലും ചേട്ടനും മന്ത്ലി ചെക്കപ്പ് ഉള്ളതാണ്. അപ്പം എന്നാൽ നീ ഈ പ്രാവശ്യം വാന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി ബ്ലഡൊക്കെ കൊടുത്തിട്ട് പോന്ന്. ഇപ്പൊ വൈകിട്ടൊക്കെ ആവുമ്പോ റിസൾട്ട് കിട്ടുമായിരിക്കും. എന്താ അത് എന്താണ്? എന്തു പറ്റി? അത് പീതാംബരം മാമൻ പോയല്ലേ? നിനക്കറിഞ്ഞൂടെ ആളാ? മോളുടെ കല്യാണത്തിന് തലേദിവസം വന്നിട്ട് ഇവിടെ എല്ലാ പണിയും ചെയ്ത് എന്തൊക്കെ സഹായിച്ച ആളാണ്. ഓട്ടോറിക്ഷക്ക് തലേൻ്റെ ദിവസം വന്ന അനുഗ്രഹം കൊടുത്ത് അവൾക്കൊരു ഗോൾഡ് കോയിൻ, ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ? പുള്ളി ഇന്നലെ പെട്ടെന്ന് എൻജോയനെ വന്നിട്ടേ കൊണ്ടുപോയതാണ്. അപ്പൊ ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം ഞാൻ നിന്നെ വിളിച്ചപ്പ ഇങ്ങനെ ICUലാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം എന്റെ പീതാംബരം മാമൻ. പീതാംബരം മാമന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പ അമ്മായി പറഞ്ഞില്ല അത് ഇപ്പൊ റൂമിലോട്ട് ആക്കിയിട്ടുണ്ട് രാവിലെ. പിന്നെ
ഓ ലതമ്മയായിരിക്കും അല്ലേ? 2-3 കൊല്ലായിട്ട് കിടന്ന് നരയിക്കാണ്. നന്നായി പോട്ടെ ഈശ്വര ഭഗവാനെ. ലതാമ്മയാണെങ്കിൽ 2 ദിവസം പിടിക്കുമല്ല, മക്കളൊക്കെ പുറത്താന്നല്ലേ നീ എന്നോട് പറഞ്ഞന്ന്. ഓ അത് അമ്മക്ക് സീരിയസ് ആന്ന് പറഞ്ഞ് വിളിച്ചപ്പേ മോൻ പുറപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു മോളുള്ളതാണെങ്കിൽ അവള് എന്തോ സോളോ ട്രിപ്പ് പോയേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഈ എന്താണ് ആരും അറിഞ്ഞൂടാത്ത രാജ്യത്ത് ഒറ്റക്ക് പോവല്ല, അതാണ് അവള്. അപ്പൊ ആ പെണ്ണും പിള്ള വരാൻ സാധ്യതയില്ല. അത് ഇങ്ങനെ കറങ്ങി നടക്കാണ്. എവിടെയാണെന്ന് ആർക്കറിഞ്ഞ് ആരെ അറിയിക്കാനാണ്? എന്റെ പ്രിയ അതൊന്നുമല്ല. പിന്നെ രാവിലെ നമ്മൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ, അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നേ. എന്താണ്? ഷുഗറാ, പ്രഷറാ, കൊളസ്ട്രോളാ, ഇനി അല്ലാതെ വേറെന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാ? അത് പോസിറ്റീവ് ആണെന്നാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. എന്ത്? ഇവക്ക് കൊറോണ വല്ലതും ആണാ ചേട്ടാ? അതൊന്നുമല്ല. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ എന്താണ് പോസിറ്റീവ് പറ ചേട്ടാ. പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആർക്ക്? നിനക്കല്ലാണ്ട് ആർക്ക്? തമ്പുരാന്, അമ്പോ കോളടിച്ചല്ല. എന്റെ ദൈവമേ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? അതിനെന്താണ്, ഇത് നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. അല്ലെങ്കിലും എനിക്ക് പണ്ടേ ഒരു കൊച്ചും കൂടി വേണമെന്നോ വല്ല ആഗ്രഹമായിരുന്നു. പിള്ളേരെ കറഞ്ഞാ ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ചേട്ടാ? അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങോട്ട് എടുക്കണോടി. എന്റെ ദൈവമേ, അവളെങ്ങാനും അറിഞ്ഞാലെന്ത്? നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മോളുടെ സ്വഭാവം. അവളെങ്ങാനും അറിഞ്ഞാ ഈ വീട് അവള് മറിച്ചു വെക്കും. അമ്മേ, എന്താണമ്മേ ഞാൻ ഈ കേട്ടത്? പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്ക് എത്തിയല്ല. അമ്മയും അച്ഛനും കൂടി ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കാണല്ലേ? അല്ല, ഇതെങ്ങനെ നീ അറിഞ്ഞ്? നമ്മുടെ റെസിഡൻസ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഓ, ന്യൂസ് റിപ്പോർട്ടർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ, ഞാനത് മറന്നുപോയി. എടേ അതെ, എന്തെങ്കിലും ന്യൂസ് കിട്ടിയാലേ നമ്മുടെ റെസിഡൻസ് ഗ്രൂപ്പിൽ അത് ഇട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്. കേട്ടപ്പോ അത് കേൾക്കാത്തോ ഞാനതിടും. ഇവളെന്നെ നാണം കെടുത്തി അടങ്ങൂ. എന്തിന് നാണക്കേട്? നാണക്കേടൊന്നുമില്ല. അതെ, എല്ലാരും കോൺഗ്രസ് ഇട്ടിട്ടുണ്ട്. കോൺഗ്രസ് അല്ല, കൺഗ്രാറ്റ്സ്. അത് തന്നെ. എന്റെ തമ്പുരാനെ, ഞാൻ രമേശന്റെ വീട്ടുകാരോട് എന്ത് പറയും? അത് ഇപ്പൊ അവരോട് പറയേണ്ട ആവശ്യമുണ്ടാ? വളകാപ്പൊക്കെ അമ്മയ്ക്കും പറഞ്ഞാ പോരെ? നിങ്ങൾ മിണ്ടാതിരുന്നോട്ടാ, എനിക്ക് ഭ്രാന്തളകി ഇരിക്കേണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അമ്മേ. ഞാനപ്പൊ ഇവിടെ വന്ന് അമ്മയുടെ പ്രസവം നോക്കണോ? മോളെ വേണ്ടി വരും, അല്ലാതെ വേറെ ആരും ഇല്ലല്ലേ ഇവക്ക്. ആരും നോക്കാനൊന്നും നിക്കണ്ട, ഇവിടെ ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല. അച്ഛനതൊക്കെ പറയാ. ഞങ്ങളുടെ നാണക്കേട് നിങ്ങൾ 2 പേരും ആലോചിച്ചാ. ചേട്ടന് പിന്നെ ഇവിടെ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല, ഞാനാണ് ഇവിടെ നാണം കെട്ടി ജീവിക്കേണ്ടി വരുന്നത്. എന്റെ മോളെ, ഇത് ദൈവം തരണല്ലേ. അപ്പൊ 2 കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കുക. അത് തന്നെ, 2 കൈ നീട്ടി സ്വീകരിച്ചേനെ എന്റെ കല്യാണത്തിന് മുന്നായിരുന്നെങ്കിൽ. ഇതിപ്പോ മോളെ കല്യാണം കഴിച്ച് വിട്ടുള്ളൂ, അപ്പേക്ക് അമ്മ പ്രസവിക്കാൻ നിൽക്കണം പറഞ്ഞ ആൾക്കാർ കളിയാക്കൂലേ? ഹലോ. ഓ ഓ ഓക്കെ. ആൾക്കാരൊക്കെ അറിഞ്ഞ് വിളിച്ചു തുടങ്ങി. വിഷമിക്കണ്ട, വരാനുള്ളത് വഴി തങ്ങൂലല്ല. പിന്നെ ആദ്യം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ പറയുമായിരിക്കും, അത്രയും വയസ്സായിട്ടുള്ളൊരു പ്രസവമല്ലേ. അതൊന്നും കാര്യമാക്കണ്ട, മാസങ്ങൾ അങ്ങോട്ട് പോകും, പ്രസവിച്ച് അങ്ങോട്ട് ഇന്നിടാ, കൊച്ചിനെ വളർത്താതെ തന്നെ. വൈകി വന്ന വസന്തം പോലത്തെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ന്യൂജൻ പേരുകൾ പറയാമോ? വസന്തയോ? അത് കുഴപ്പമില്ല, വസന്ത. ലേറ്റ് കമ്മിയാ. എടി പ്രിയേ. എന്ത് പ്രിയേ? നീ പ്രഗ്നന്റ് ഒന്നല്ലട്ടാ. അതേ, ലാബുകാർക്ക് മാറിപ്പോയതാന്ന്.
വേറെ ആരോ ബ്ലഡ് കൊടുത്തിരുന്നു, ഒരു പ്രിയ പീട്ടി. ഇവള് പ്രിയ കേട്ടിയല്ലേ, അവര് തെറ്റിയിട്ട് എനിക്ക് പ്രിയ പീട്ടിയുടെ റിപ്പോർട്ടാണ് അയച്ചു തന്നത്. എന്റെ തമ്പുരാനെ നീ രക്ഷിച്ച്. അയ്യോടാ, ഞാൻ കൊച്ചിടാനുള്ള പേര് വരെ സെർച്ച് ചെയ്ത് വെച്ച്. നിന്നെ ഞാൻ എന്റെ തമ്പുരാനെ, അവരോടൊക്കെ ഞാൻ എന്ത് പറയും? നീ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചോട്ടാ, എന്തെങ്കിലും ചെയ്തോ. അതിനൊരു പണിയുണ്ട്, ഒരു മിനിറ്റ്. അയ്യോടാ, ഞാൻ ചുമ്മാ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒരു കാര്യം ചുമ്മാ പറഞ്ഞിട്ടതാണ്. ഇത് പ്രാങ്കായിരുന്നു, പ്രാങ്ക്. അപ്പൊ പ്രാങ്ക് ആയവരൊക്കെ ഓരോ സ്റ്റിക്കർ ഇട്ട് പോയിക്കോ. മതിയില്ലേ? ആ മതി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നേനെ. പ്രാങ്ക് എന്ന വാക്ക് കണ്ടുപിടിച്ചോണ്ട് ലോകത്തിൽ രക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും. ഇല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നേനെ. അമ്മേ സോറി അമ്മേ. അവളുടെ ഒരു ചോറി, പോയിക്കോണം ഇവിടുന്ന്. ശരിയമ്മേ, ഞാൻ പോയിക്കോളാം, പിന്നെ വരാം കേട്ടോ. ശരി, എന്നാ ഞാനും പോണട്ടാ, പിന്നെ വരാം. മര്യാദക്ക് റിസൾട്ടിലെ പേരൊക്കെ നോക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട്? ബോധമില്ലേ നിങ്ങക്ക്? പെട്ടെന്ന് പ്രിയാന്നും കണ്ട് പ്രഗ്നൻസി പോസിറ്റീവും കൂടി കണ്ടപ്പോ ഞാൻ ഇതങ്ങട് പെട്ടെന്ന് വിചാരിച്ചു പോയി. അതാണ് വന്ന് പെട്ടെന്ന് പറഞ്ഞത്. അല്ല, ഇപ്പൊ നമുക്ക് കൊച്ചുണ്ടായാലും എന്താ കുഴപ്പം? നമ്മളിപ്പോ ഫ്രീ അല്ലേ, അപ്പൊ നമുക്ക് നോക്കാലോ. കളിച്ച് ചിരിച്ച ഒരാളിവിടെ ഓടി നടക്കണത് അത് നല്ലൊരു കാര്യല്ലേ? നിങ്ങൾക്ക് ഇതുവരെ മതിയായില്ലല്ലേ? ഇതൊക്കെ എനിക്കെങ്ങനെ മതിയാവും പ്രിയ മോളെ?